പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹമായ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ചേർന്ന് ഞാനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹമായ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് നമുക്ക് ഇടയായി. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ CM ചാക്കോ അവറുകൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം തുടർന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ. കർത്താവിൻ്റെ ദാസനെ അതിനായി ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവേ ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഞങ്ങൾ ആഗ്രഹിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. വ്യക്തികളായി, കുടുംബങ്ങളായി, സഭയായി ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് അനന്തരഫലമായി കർത്താവെ സുവിശേഷം ബാലസന്റെ വർക്കേഴ്സ് കോൺഫറൻസിൻ്റെ ആരംഭം കുറിക്കുവാൻ തക്കോണം, അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിനായി ഞങ്ങൾക്കൊന്നിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ കൂടുവാൻ തക്കോണം അവിടുന്ന് ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവെ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ വെളിയിൽ നിന്നും ധാരാളം പ്രിയപ്പെട്ട് കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കേരുവാൻ തക്കോണം ദൈവമേ അവിടുന്ന് അനുവദിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഓർത്തുപോലെ കർത്താവെ, കഴിഞ്ഞ 72 അധികം വർഷം ഈ ബാലസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ, കുഞ്ഞുങ്ങളുടെ പ്രവർത്തനത്തെ കർത്താവ് മാനിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ഈ നിലയിൽ കൂടുവാൻ ഒരു ക്യാമ്പ് സെൻ്ററും അതിൻ്റെ അനന്തര കർത്താവ് സ്ഥാപനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നി. എല്ലാത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ. ഇന്ന് ഇവിടെ ആരംഭം കുറിക്കുന്ന ഈ സമ്മേളനം ശനിയാഴ്ച ഉച്ചവരെയും കർത്താവെ ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമമുഖത്തിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകൾ ഇവിടെ നടക്കുവാൻ തക്കണം കർത്താവ് സഹായിക്കണമേ. ഓരോ ശുശ്രൂഷകൾ ചെയ്യുവാൻ അവിടെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തണമേ. അങ്ങയുടെ നാം ഉയരുവാനും അങ്ങയുടെ നാം മഹത്വപ്പെടുവാനും അവിടെ ഇടയാക്കണമേ. ഈ പ്രാരംഭ ഉദ്ഘാടന സമ്മേളനത്തിൽ ബന്ധത്തിൽ മനോഹരമായ ഗാനങ്ങൾ ഞങ്ങൾക്ക് ലഭിപ്പാൻ, അതേ ഗാനങ്ങൾ ആലപിക്കുവാൻ നിൻ്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഈ കർത്താവെ, ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം എന്ന നിലയിൽ ഇന്ന് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന അവിടെ ദാസനെ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി കടന്നു വന്നിരിക്കുന്ന അവിടെ ദാസനായി ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ഈ രാത്രികാലം ഞങ്ങൾക്ക് ആവശ്യം വചനം നൽകുവാനായി അവിടുത്തെ ദാസനെയും ഞങ്ങളുടെ മധ്യയെ കൂട്ടിവരുത്തി ഓർത്ത് നന്ദിയോടെ സ്തോത്രം. മറ്റ് വിവിധ ശുശ്രൂഷ നിവർത്തിക്കുന്ന എല്ലാ ദാസന്മാർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം. ഇപ്പോൾ ഇനിയും കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യാത്രയിലൊക്കെ ആയിരിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്നിച്ച് കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ സ്തുതിപ്പാനും ഇവിടെയാക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു, തുടർന്ന് ഞങ്ങളെ സഹായിപ്പാൻ ദൈവം മതിയായവനാണല്ലോ. എല്ലാത്തിനായി ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. തുടർന്നുള്ള സുഷിരതയും മാനിച്ചാട്ടെ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേട്ടുകൊള്ളുമാറാകണമേ. ആമീൻ. തുടർന്ന് ഒരു ഇൻട്രഡക്ഷൻ പറയുവാനും സദസ്സിനെ വെൽക്കം ചെയ്യുവാനുമായി ബാലസംഘത്തിൻ്റെ നാഷണൽ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബഹുമാന്യനായ എബ്രഹാം തോമസ് കൊച്ചിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. ബോലോ പ്രഭു യേശു മസീഹ് കീ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന സന്ദർഭം കർത്താവിന് മഹത്വം കൊടുത്ത് മുമ്പോട്ട് പോകുന്നത് ആണ്. ഞാനിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും വേണ്ടി ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം എല്ലാവരും കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരാണ്, വേലക്കാരാണ്. ഇവിടുത്തെ ടൈറ്റിൽ തന്നെ വർക്കേഴ്സ് കോൺഫറൻസ് എന്നുള്ളതാണ്. അതിൽ 1 തിമോത്തി ചാപ്റ്റർ 1 and 12 എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാനവനെ സ്തുതിക്കുന്നു. നമുക്കേവർക്കും അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു വാക്കാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്: ഐ താങ്ക് ക്രൈസ്റ്റ് ജീസസ് അവർ ലോർഡ് ഹു ഹാസ് ഗിവൺ മീ സ്ട്രെങ്ത് ദാറ്റ് ഹി കൺസിഡേർഡ് മീ ട്രസ്റ്റ്വർത്തി അപ്പോയിൻറ്റിങ് മീ ടു ഹിസ് സർവീസ്. ഹി കൺസിഡേർഡ് മീ. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇതിന് യോഗ്യരാണെന്ന് കൺസിഡർ ചെയ്തത് കൊണ്ടാണ് നമുക്കിന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വരാനായിട്ട് ഇടയാത്തിരുന്നത്. ഒരു 72 വർഷത്തെ ബാലസംഘത്തിൻ്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ആരംഭിച്ചതാണ് ബാലസംഘം. ഞാൻ ജനിച്ചത് ബാലസംഘത്തിലാണ്. ഈ 72 വർഷത്തെ ചരിത്രം നോക്കുമ്പോൾ ഒരു ചെറിയ തുടക്കം അതും കേരളത്തിനപ്പുറത്തുള്ള മധുരയിൽ നിന്നാണ്. അവിടെ അധ്യാപകനായിരുന്ന എം ഇ ചെറിയാൻ സാർ തൻ്റെ വേല വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയപ്പോൾ തൻ്റെ മനസ്സിൽ
ഉണ്ടായ ആഗ്രഹമാണ് കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രവർത്തനം ആരംഭിക്കണമെന്ന്. അങ്ങനെ 1953 ബാലസംഘം എന്ന ഈ മനോഹരമായിട്ടുള്ള പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുവാനായിട്ട് ഇടയാത്തുന്നു. അതിൻ്റെ അനുഭവങ്ങൾ, നന്മകൾ അനുഭവിച്ച വലിയൊരു കൂട്ടം സഹോദരി സഹോദരന്മാരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ നന്മകൾ അനുഭവിച്ച ഒരു വ്യക്തിയെന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് പറയാൻ കഴിയും. ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ബാലസംഘം പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുവാനും പഠിക്കുവാനും ഒക്കെയുള്ള ഒരു സന്ദർഭം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു. ബാലസംഘത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയ അലക്സ് മേൽപ്പാടം, അദ്ദേഹം ചുമതലയേറ്റ അന്ന് മുതൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പഴയ പ്രവർത്തകരെയും പുതിയ പ്രവർത്തകരെയും സമന്വയിപ്പിച്ചുകൊണ്ട് തലമുറകളുടെ ഒരു സംഗമം നമുക്ക് സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു. ആദ്യത്തെ വർക്കേഴ്സ് കോൺഫറൻസ് നടന്നത് 1982 അത് അടൂർ യൂത്ത് സെൻറ്ററിൽ വെച്ചായിരുന്നു. അന്ന് ബാലസംഘത്തിൻ്റെ ഫൗണ്ടേഴ്സായിട്ടുള്ള എം ഇ ചെറിയാൻ സാർ, പി കെ മാത്യു സാർ, ടി കെ ശോമൽ സാർ, അങ്ങനെ പ്രശസ്തരായിട്ടുള്ള എല്ലാ വ്യക്തികളും പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു അവിടെ നടന്നത്. അതിനുശേഷം 2 ദിവസം കുമ്പനാട്ട് ബെതേസ്ത ഹാളിൽ കൂടിയ ബാലസംഘത്തിൻ്റെ ജനറൽ കമ്മിറ്റി ബാലസംഘത്തിൻ്റെ അലകും പിടിയും അതിൻ്റെ പ്രവർത്തന മേഖലയിലുള്ള അനവധി കാര്യങ്ങൾ വിചിന്തനം ചെയ്യുവാനും മുമ്പോട്ട് കൊണ്ടുപോകാനും ഇടയായിത്തീർന്നു. അങ്ങനെ പ്രവർത്തകരുടെ മധ്യത്തിൽ ഒരു ആവേശം അലതല്ലുവാനും കൂടുതൽ ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കുവാനും ഇടയായിത്തീർന്നു. എന്നാൽ ഇടക്കാലത്ത് ചില പോരായ്മകളും ഒക്കെ ഉണ്ടായെങ്കിലും വീണ്ടും ബാലസംഘം അതിൻ്റെ പ്രവർത്തന മേഖലയിൽ മുന്നേറുവാനിടയായിത്തീർന്നു. അങ്ങനെ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലുടനീളവും അനേക വിദേശ രാജ്യങ്ങളിലും ബാലസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാണ്. കേരളത്തിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിൽ കൂടി വളർന്നു വന്നവർ അവരൊക്കെയും മുമ്പോട്ട് പോയപ്പോൾ അവരൊക്കെ പോയ സ്ഥാനങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നു. അതിനെല്ലാം മുഖാന്തരമായി തീർന്ന ഈ സുവിശേഷൻ ബാലസംഘത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ ഫൗണ്ടേഴ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമ്മേളനത്തെക്കുറിച്ച് ആലോചിച്ച ദിവസം മുതൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ആ പ്രാർത്ഥന 1-2 ദിവസമല്ല. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ആരംഭിച്ച പ്രെയർ വിജിൽ 5 വർഷം കഴിഞ്ഞപ്പോഴും എല്ലാ ദിവസവും വൈകിട്ട് 9:30 മണി മുതൽ 10:30 മണി വരെ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുന്നുണ്ട്. പലരും ആ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി വന്ന് വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വർക്കേഴ്സ് കോൺഫറൻസിന് വേണ്ടി ഇന്നലെ വരെയും അങ്ങനെ ഒരു പ്രാർത്ഥന ചങ്കല തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഇത്രയും പേർക്ക് ഇവിടെ കടന്നു വരാനായിട്ട് തീർന്നത്. ദിസ് ഈസ് എ വർക്കിംഗ് ഡേ. ഞങ്ങൾക്കൊരിക്കലും ആഗ്രഹമില്ലായിരുന്നു ഒരു വർക്കിംഗ് ഡേയിൽ ഈ പ്രോഗ്രാം നടത്തണമെന്ന്. ഞങ്ങൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. ആർക്കും വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. തൊഴിലിനെയും പഠനത്തെയും ഒക്കെ മാറ്റി വെച്ചിട്ട് ഈ വർക്കേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുന്ന ഈ സമ്മേളനം ബാലസംഘത്തിൻ്റെ അടുത്ത 10-15 വർഷത്തെ പ്രവർത്തന മേഖലകളിൽ കർത്താവ് വരുവാൻ താമസിച്ചാൽ ഏത് നിലയിൽ മുമ്പോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുവാനും പഠിപ്പിക്കുവാനും ചിന്തിക്കുവാനുമുള്ള ഒരു വേദിയായിട്ട് തീരും. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഇന്ന് രാത്രി കൊണ്ടും നാളെ കൊണ്ടും കൂടുതൽ ആളുകൾ ഈ കോൺഫറൻസിൽ പങ്കെടുക്കും. ശനിയാഴ്ച ഉച്ചയോടുകൂടി ഈ സമ്മേളനം സമാപിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും സഹോദരിമാർ കടന്നു വന്നതിൽ ഞാൻ റിയലി അപ്രീഷിയേറ്റ് യു. ബാലസംഘം പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഞങ്ങൾ സഹോദരന്മാർ മിനിസ്ട്രിക്ക് വേണ്ടി പോകുമ്പോൾ നിങ്ങൾ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തുടർന്ന് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, സഹോദരന്മാർക്കൊക്കെ നിങ്ങൾ ആ പ്രോത്സാഹനം നൽകുമെങ്കിൽ നമുക്കിനിയും കൂടുതൽ മേഖലകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും സ്വാഗതം ചെയ്യുകയുമാണ്. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന എൻ്റെ സഹോദരൻ അലക്സ് മേൽപ്പാടം. അദ്ദേഹം ബാലസംഘത്തിൽ കൂടി വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. ബാലസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അതിൻ്റെ VBSൻ്റെ ചുമതലകളായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് താൻ ചുമതലകൾ ഏറ്റെടുത്തു. ബാലസംഘത്തിൽ പ്രസിഡന്റുമാരായിട്ടിരുന്നത് ടി കെ ശോമൽ സാറ്, PP സ്കറിയ സാറ്. അതിനുശേഷം എനിക്കൊരു അവസരം കിട്ടി. തോമസ് ചാണ്ടിച്ചായൻ, ബിനു സാമുവൽ. അതിനുശേഷം 6ാമത്തെ ആളാണ് അലക്സ് മേൽപ്പാടം. ബാലസംഘം എല്ലാവർക്കും എല്ലാ കാലത്തും പ്രോത്സാഹനം നൽകുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് 3 വൈസ് പ്രസിഡന്റുമാരായിട്ടിരുന്ന, സെക്രട്ടറിമാരായിട്ടിരുന്ന ഞങ്ങൾക്ക് പ്രസിഡന്റുമാരായിട്ട് തീരാനായിട്ട് ഇടയായിത്തീർന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് പ്രിയ അലക്സ് മേൽപ്പാടം. അദ്ദേഹം വളരെ ആവേശത്തോടും ശുഷ്കാന്തിയോടും കൂടി ഈ നാളുകളിൽ ഞങ്ങളെ മുഴുവൻ മൊബിലൈസ് ചെയ്ത് ഈ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾക്കറിയാം, നിങ്ങളെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ മലയാളികളെ ഒരു ചെറിയ പിശുക്ക് കാണിക്കുന്നു. നമ്മുടെ അലക്സിന് ഒരു കയ്യടിയോടെ കൊടുക്കുന്നതിന് തെറ്റില്ല. ഈ ബാലസംഘം എന്ന് പറയുമ്പം ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ കുറച്ച് ലീഡേഴ്സോ അതിൻ്റെ ഭാരവാഹികളോ അല്ല, നമ്മളെല്ലാവരും കൂടെ ചേരുന്നതാണ് ഈ ബാലസംഘം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ സമയത്തെയും പ്രോഗ്രാമുകളിലേക്ക് ആരെ വിളിക്കണം എന്ന് ചോദിക്കുമ്പോൾ ചില പേരുകൾ ഓടിയെത്തും, ചിലർ തന്നെ ഇങ്ങോട്ട് വോളണ്ടറി ചെയ്യും. എല്ലാവരെയും കൂടെ സംഘടിപ്പിക്കുന്ന ഒരു ആഗോള സമ്മേളനം ഉണ്ടായാൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ ഈ വർക്കിംഗ് ഡേയിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർക്കും. പ്രത്യേകിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത് ഞങ്ങളുടെ പ്രിയ സഹോദരൻ അലക്സ് ബേബിയാണ്. അദ്ദേഹം ഷാർജയിലാണ് അവിടുത്തെ അസംബ്ലിയുടെ എൽഡറായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം ഞാൻ നോക്കുമ്പോൾ ബാലസംഘത്തിൽ കൂടി വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിത്വം എന്ന് പറയുന്നത് അവരുടെ അപ്പച്ചനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, സി സാമുവൽ ട്രിവാൻഡ്രം. ഞങ്ങളൊക്കെ ബാലസംഘത്തിന് വേണ്ടി ട്രിവാൻഡ്രത്ത് ചെല്ലുമ്പോൾ അപ്പച്ചൻ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യും. മലയും കീഴിലും തിരുവനന്തപുരത്തുമുള്ള എല്ലാ പ്രോഗ്രാമിനും കൊണ്ടുപോകും. ഈ ചെറുക്കന്മാരുടെയൊക്കെ ചെവിക്ക് പിടിച്ച് അവരെയൊക്കെ നല്ല ശിക്ഷണം കൊടുത്ത് വളർത്തി. ഇന്ന് വലിയ ആളാകട്ടോ ചെറുക്കനെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും, എന്നാൽ അതിൻ്റെയൊക്കെ അനന്തരഫലം നമുക്ക് കാണാനായിട്ട് കഴിയും. ആ തലമുറകളിൽ അനേകരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊണ്ടുവരുവാനായിട്ട് ഇടയായിരുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിക്കുകയും കുടുംബമായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഈ പ്രോഗ്രാം തീരുന്നത് വരെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ ദാസൻ അലക്സ് ബേബിയെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം എപ്പോഴും ബാലസംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവ സാന്നിധ്യമാണ് ബ്രദർ ചാണ്ടപ്പിള്ള ഫിലിപ്പ്, ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ. ഞാനൊരു കാര്യം ഓർക്കുന്നു, കഴിഞ്ഞ വർക്കേഴ്സ് കോൺഫറൻസ് ഇവിടെ നടക്കുമ്പോൾ, ദാറ്റ് വാസ് എ നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ് കോൺഫറൻസ് ആൻഡ് ഓൾ. അന്ന് താനും കുടുംബവും ഉണ്ടായിരുന്നു. അന്ന് തൻ്റെ കൊച്ചുമകൾ കെസിയ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഈ വേദിയിൽ അവൾ പാടിയത് ഞാൻ ഓർക്കുന്നു. ഇന്ന് അവൾ ഇമ്പങ്ങളുടെ പറുദീസയിലാണ്. ആ കുടുംബം ബാലസംഘത്തോടും നമ്മളോടും കാണിക്കുന്ന സ്നേഹത്തിനായിട്ട് തിരക്കുകളുടെ മധ്യത്തിലും ബാലസംഘത്തിൻ്റെ ഏത് പ്രോഗ്രാമിനും ഇവിടെ ഓടിയെത്തുന്ന പ്രിയ ചാണ്ടപ്പിള്ള ഫിലിപ്പിനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബാക്കി ഇവിടെ ഉള്ളതെല്ലാം ഞങ്ങളുടെ ഫാമിലിയാണ്. ഞാൻ ആരുടെയും പേര് പറഞ്ഞ് വെൽക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. അലക്സ് ഇവിടെ ഒരു വാക്ക് അച്ഛനെ കുറിച്ച് പറയണം. അച്ഛൻ നമ്മുടെ ആരാണ്? പ്രിയ അച്ഛൻ, മേൽപ്പാടത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ കഴിഞ്ഞ ആ പഴയകാല ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു. സുവിശേഷം ബാലസംഘത്തിൻ്റെ ശാഖാ പ്രവർത്തനങ്ങൾ മേൽപ്പാടത്ത് നടന്നപ്പോൾ ആ മേൽപ്പാടം ശാഖയിൽ വെച്ച് കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച എൻ്റെ പ്രിയങ്കരനായ അച്ഛനാണ്. അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുക. എവിടെ പോയാലും ബാലസംഘത്തെക്കുറിച്ചൊരു വാക്ക് പറയാതിരിക്കുകയില്ല. എല്ലാവിധ കാര്യങ്ങൾ സ്നേഹത്തോടു കൂടി ആ പ്രിയ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും അച്ഛൻ നമ്മളോട് രണ്ട് വാക്കെങ്കിലും പറയും. അത് പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഈ തിരക്കിനിടയിലും നമ്മളുടെ ബാലസംഘത്ത് പല പ്രാവശ്യവും വന്നിട്ടുണ്ട്. കുമ്മനാട് കൺവെൻഷൻ സ്ഥിരം വരുന്ന ആളാണ്, ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ വന്നതിൽ പ്രത്യേകമായിട്ടുള്ള സന്തോഷമുണ്ട്. കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിലങ്ങ് സ്വാഗതം ചെയ്യണം. കാരണം നമുക്ക് സമയം വളരെ പരിമിതമാണ്. അതുമാത്രമല്ല, നമ്മുടെ മ്യൂസിക് ടീം, ഇതിൻ്റെ കോർഡിനേഷനിലുള്ള എല്ലാവരെയും ഒരുപോലെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്നുള്ള പ്രോഗ്രാം അധ്യക്ഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമാണ്. ഞാൻ വ്യക്തിപരമായി 1-2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വേദിയിൽ ആയിരിക്കുന്ന ശ്രേഷ്ഠ ദാസന്മാർ, സഹപ്രവർത്തകർ, ബാലസംഘത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടാളികളായ എൻ്റെ സ്നേഹിതരും കർത്താവിൻ്റെ ദാസന്മാരും, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ബാലസംഘം ഔദ്യോഗിക ഭാരവാഹികൾ, സെൻട്രൽ തലത്തിലും ഡിവിഷൻ തലത്തിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ,
ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഞാനിവിടെ നിൽക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുന്നു, ഞാൻ ജനിച്ചു വളർന്നത് മേൽപ്പാടത്താണ്. കല്ലിശ്ശേരി സെൻട്രലിലെ ഒരംഗമായി തീരുവാൻ ദൈവം ഭാഗ്യം നൽകി. ബാലസംഘത്തിൽ ദീർഘവർഷം ബാലസംഘത്തിൻ്റെ കല്ലിശ്ശേരി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളിലായിരിക്കാനിടയായി. ആ നാളുകളിൽ കല്ലിശ്ശേരിയിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനം മറക്കുവാൻ കഴിയുന്നതല്ല. പ്രിയപ്പെട്ട പല സഹോദരീസഹോദരന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലസംഘത്തിൻ്റെ ജനറൽ തലത്തിലേക്കായപ്പോൾ കൂട്ടു സഹോദരന്മാരായ പ്രിയപ്പെട്ടവർ ഒത്തിരി പേര് എന്നെ സഹായിച്ചു. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാനിടയായി. നല്ല നല്ല ഓർമ്മകളുണ്ട്, പറഞ്ഞു തീർക്കുവാൻ കഴിയാതെ വണ്ണം അനവധിയാണ്. അത് എല്ലാം ഇവിടെ പറയുവാൻ കഴിയുകയില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ബാലസംഘം ഇന്ന് അതിൻ്റെ 70 വർഷം കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ അനുഗ്രഹമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഈ ക്യാമ്പ് സെൻറ്ററിൽ ഇരുന്നു കൊണ്ട് വിവിധ സഹോദരന്മാരൊരുമിച്ച് പ്രാർത്ഥിക്കുകയും വിവിധമായ ആലോചനകൾ നടത്തുകയും പല പ്രാവശ്യം ആവർത്തിച്ച് ചിന്തിക്കുകയും ചെയ്ത ഈ പ്രവർത്തക സമ്മേളനത്തിലേക്ക്, വർക്കേഴ്സ് കോൺഫറൻസിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരീശ്വരന്മാർ ഒരുമിച്ച് കടന്നു വരുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന വാക്യം സാധാരണ നമ്മൾ പറയുന്നതാണെങ്കിലും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 133-ാം സങ്കീർത്തനമാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. ഇതാ സഹോദരന്മാർ നമ്മളെക്കുറിച്ച് ഓർപ്പിച്ചിരിക്കുന്ന അനുഗ്രഹപ്പെട്ട വാക്യമാണ്. നമ്മൾ ഒരുമിച്ച് ആയിരിക്കുന്നത് എത്ര മനോഹരമാണ്, എത്ര ശുഭമാണ് എന്ന് കാണുവാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയാം. അതിൻ്റെ താഴോട്ടുള്ള വാക്കുകൾ ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു അനുഗ്രഹത്തിൻ്റെ അവസ്ഥയാണ്. ഇതൊരു വിശ്വസ്തതയുടെ കാര്യമാണ്. മാത്രമല്ല, ഇത് വിശ്വസ്തതയോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആ വിധത്തിൽ സുവിശേഷൻ ബാലസംഘം കഴിഞ്ഞ 70-ലധികം വർഷം വിശ്വസ്തതയോടെ, വളരെ താഴ്മയോടെ, വളരെയധികം വിനയത്തോടു കൂടി അനേക പ്രവർത്തകരെ വാർത്തെടുക്കുവാൻ ഈ ബാലസംഘത്തിന് ഇടയായി എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. മാത്രമല്ല, അനേക കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ നിലനിർത്തിയിരിക്കുന്നത് ഇടയായതും ബാലസംഘമാണ്. ബാലസംഘത്തിൻ്റെ ക്യാമ്പുകളിലും VBSകളിലും വൺ ഡേ കോൺഫറൻസുകളിലും ഇതര മീറ്റിങ്ങുകളിലും ധാരാളം പേര് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിന്നു. അതുമാത്രമല്ല, ആ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിന്നവർ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയപ്പോൾ, അന്യസ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ സഭയുടെ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ധാരാളം സഹോദരീ സഹോദരന്മാരെ ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് വാർത്തെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവം അതിന് അവസരം നൽകി. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പ്രിയ അച്ഛനും അതിനൊരു സാക്ഷിയാണ്, അതിനൊരു ഫലമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം ഈ കുട്ടികൾ, ഈ സംഗമം അല്ലെങ്കിൽ ഈ തലമുറകളുടെ സംഗമം, അത് നാം ഉദ്ദേശിക്കുന്നത് നാം കേട്ടുകഴിഞ്ഞു. അടുത്ത 10-15 വർഷങ്ങൾക്കുള്ളിൽ കർത്താവ് വന്നില്ലെങ്കിൽ അതിനുവേണ്ടി പ്രിയപ്പെട്ട യങ്സ്റ്റേഴ്സിനെ ഒരുക്കിയെടുക്കുവാനായിട്ട് ഈ മീറ്റിംഗ് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, അങ്ങനെ ഒരുക്കിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കുവാനുള്ളത് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞ വാക്കുകളാണ്. പലപ്പോഴും നമ്മളത് വായിക്കാറുള്ള കാര്യമാണ്. ആ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, എൻ്റെ മകനെ ക്രിസ്തുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. ആ വിധത്തിൽ ദൈവസഭകളുടെ വളർച്ചയ്ക്കും കുഞ്ഞുങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും സുവിശേഷം ബാലസംഘം വലിയൊരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇളം തലമുറകളെ
ഈ പ്രവർത്തന മേഖലകളിലേക്ക് കൊണ്ടുവരുവാൻ ഈ വർക്കേഴ്സ് കോൺഫറൻസ് കൊണ്ട് ഇടയാകട്ടെ. ദൈവം അതിനായിട്ട് നമ്മെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ആരംഭങ്ങളിലൊക്കെ ഇതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചത് അനേക യുവാക്കന്മാർ ഈ പ്രവർത്തനത്തിൻ്റെ മുൻധാരയിലേക്ക് എത്തണം, അതിനൊരു ട്രെയിനിങ് ആയിട്ട്, അതിനൊരു അവസരമായിട്ട് അവർക്ക് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. ആ വിധത്തിൽ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് അനേക യുവാക്കന്മാർ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുമ്പോൾ വാസ്തവത്തിൽ അവരെ നമുക്ക് ഈ പ്രവർത്തനത്തിൻ്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരുവാൻ, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുവാൻ, അവരെ അതിനകത്ത് പ്രചോദിപ്പിക്കുവാൻ അതിന് ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ കോൺഫറൻസ് അതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന സന്ദേശങ്ങളും തുടർന്ന് ലഭിക്കുന്ന നാളെയും മറ്റന്നാളുമായി ഇവിടെ കേൾപ്പിക്കുന്ന സന്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാനും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് യങ്സ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുവാനും നമ്മൾ തന്നെ ഒന്ന് ചാർജായി തീരുവാനും അതിനായിട്ട് ഈ കോൺഫറൻസ് ഇടയാകട്ടെ എന്ന് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. കടന്നു വന്ന എല്ലാ സഹോദരീശ്വരന്മാർക്കായി, കൂട്ടുപ്രവർത്തകർക്കായി, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നവർക്കായി എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം തരുന്ന അവസരങ്ങൾ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ജീവിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ബാലസംഘത്തിൻ്റെ മുൻധാരയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ ഓർത്തുകൊണ്ട് എല്ലാവിധത്തിലും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ നാളുകളിൽ ഒത്തിരി പ്രോത്സാഹനം തരുന്ന സഹോദരി സഹോദരന്മാർ കേരളത്തിൻ്റെ ഉടനീളം മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി പോകുവാനിടയാകുന്നതും ഈ ബാലസംഘത്തിൻ്റെ ബാനറിലാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് കഴിഞ്ഞ ദീർഘനാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും വൈകിട്ട് 9:30 മുതൽ 10:00 വരെ ഉള്ള സമയം. ആ പ്രാർത്ഥനയുടെ ഫലം ഇന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പല പ്രാർത്ഥനയുടെ സഹകാരികളായ അനേകം പേര് ഇവിടെയുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബാലസംഘത്തിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഞാൻ എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് നമുക്ക് ഈ ശുശ്രൂഷ, ഈ വർക്കേഴ്സ് കോൺഫറൻസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുവാനും ഇനോഗ്രൽ സ്പീച്ച് ചെയ്യുവാനുമായി ഒരു പാട്ടിന് അതിനു മുമ്പായി ഒരു പാട്ടുണ്ട്. ആ പാട്ട് നമ്മളെല്ലാവരും കൂടെ എണീച്ച് നിന്ന് പാടുന്നതായിരിക്കും. എല്ലാ സഹോദരി സഹോദരന്മാരും ആ രീതിയിൽ പാടുന്നതായിരിക്കും. ദൈവം നമുക്ക് എല്ലാവർക്കും എണീച്ച് നിന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനുശേഷം ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ വർക്കേഴ്സ് കോൺഫറൻസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുവാനായി അലക്സ് ബേബ്ഷാനെ ക്ഷണിക്കും. പ്രിയ ജ്യേഷ്ഠ സഹോദരൻ എബ്രഹാം തോമസ് പറഞ്ഞ വാക്കുകൾ നാം ശ്രദ്ധിച്ചു കാണുമല്ലോ. അനേക വർഷങ്ങൾക്ക് മുമ്പ് പിതാക്കന്മാർ തുടങ്ങിവെച്ച ഈ ശുശ്രൂഷ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു. അപ്രകാരം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവമേ അങ്ങയ്ക്ക് നന്ദി എന്ന് പറയുവാൻ കർത്താവ് നമുക്ക് ഒരവസരം ഇന്ന് രാത്രിയിൽ നൽകി തന്നിരിക്കുകയാണ്. എണ്ണമറ്റ നന്മകൾ നൽകി തന്ന് അത്ഭുതമാർന്ന സ്നേഹത്തിൻ്റെ കൊടിക്കീഴിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചിരിക്കുകയാണ്. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവൻ. അറിയാവുന്നവർക്ക് ചേർന്ന് ഞങ്ങളോട് പാടും. എൻ ദൈവമേ നന്ദി എൻ യേശുപരാ, നന്ദി എൻ ദൈവമേ നന്ദി
എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വരയാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. വളരെ വിനയത്തോടുകൂടി അലസ് ബൈഷാനെ ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുവാനും ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കണം. ഇംഗ്ലീഷിലായിരിക്കും അത് വിവർത്തനം ചെയ്യുന്നത് ബിനു ശോഭയിലായിരിക്കും. ഇരുവരെയും വളരെ വിനയത്തോടെ ക്ഷണിച്ചു. Praise be to God. കർത്താവിന് മഹത്വം. Warm greetings to you all in the very precious and highly exalted name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും ഉയർത്തപ്പെട്ട വിലയേറിയ നാമത്തിൽ ഏവരെയും ഞാൻ സ്നേഹവന്ദനം ചെയ്യുന്നു. I'm so happy to be here with you all on behalf of our Association Balasingam and celebrating the 72nd years of God's greatness and faithfulness which He has been extended to each and every one of our generations to generations in our life. സുവിശേഷൻ ബാലസംഘം അതിൻ്റെ 70 വർഷത്തിലധികമുള്ള
ഈ പ്രത്യേകമായ മീറ്റിംഗ് അത് ആഘോഷിക്കുമ്പോൾ അതിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഒരുമിച്ച് എനിക്കും പങ്കെടുക്കുവാൻ കഴിയുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. My responsibility is to prayerfully inaugurate this congregation, this celebration of 72nd year of our Suvisheshak Bal Sangam by trusting in the Lord. ഈ 72ാം വർഷത്തിൽ നടത്തപ്പെടുന്ന ഈ വർക്കേഴ്സ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. Before I come into the message, shall we turn our attention from the book of 1 Timothy chapter 4. എന്നാൽ അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധ 1 തീമോത്തിയോസിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. Chapter 4 verses from 9 to 12. Verses from 9 to 12. 1 തീമോത്തിയോസ് 4-ാം അധ്യായം അതിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. It is trustworthy statement deserving full acceptance, for it is this we labor and strive, because we have fixed our hope in the living God, who is the Savior of all men, especially of believers. Prescribe and teach these things. Let no lock down your youthfulness, but rather to speech, conduct, love, faith, and purity. Show yourself an example to those who believe. ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശവെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. And the meaning of Timothy is the person who is honored God, and God honored this person. തിമോത്തിയോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം ആദരിച്ച മനുഷ്യൻ എന്നാണ്. And also he is also being honored by our precious Lord. തിമോത്തിയോസും ദൈവത്താൽ ആദരിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. That is the importance of we as a children of God gather here in the presence of the Lord to celebrate the God's goodness and the faithfulness which we have been enjoyed in the last 72nd years. ഈ 72 വർഷത്തിൽ ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ കരുണയും നാം ആഘോഷിക്കുമ്പോൾ ദൈവം നമ്മെ ആദരിച്ചു എന്ന് മാത്രമേ പറയുവാനായിട്ട് കഴിയൂ. And 72nd anniversary of God's amazing faithfulness and grace, and we have to able to celebrate the God's enduring grace, can focus out of the all situations what we have been gone through in our life. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്ന പല പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിലും ദൈവം നമ്മെ വിശ്വസ്തയോടുകൂടെ കൊണ്ടുവന്നു. അതിന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. And also we need to encourage our generations to stay in the word of God till the last breath of their life as they live here in this world. നമ്മുടെ തലമുറകളുടെ ജീവിതത്തിന്റെ അവസാനം വരെ ദൈവവചനത്തിൽ നിലനിൽക്കുവാനായിട്ട് അവരെ നാം പ്രേരിപ്പിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. And in order to celebrate the word of God, we are here to commemorate the goodness of the Lord in our life. അത് ആഘോഷിക്കുവാനായിട്ട് നാം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനത്തെ നാം ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. And if we go to Psalm 78 verse 1 to 4, which speaks of passing then God's deed to the next generation, we can able to read from the book of that 74, but instead of the shortage of time, there is no need to read that portion. 78-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ വചനത്തെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. സമയത്തിന്റെ അഭാവം കൊണ്ട് ഞാനത് വായിക്കുന്നില്ല. And also we need to encourage our children and our generations and the various aspects in their life which has to focus on the purpose of the walking according to the word of God. ദൈവവചനത്തിന് അനുസൃതമായിട്ട് ജീവിക്കുവാൻ നമ്മുടെ തലമുറകളെ ഉപദേശിക്കുകയും നയിക്കുകയും ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. And also the 72 years of God's faithfulness, if we have to look back and check, and we cannot able to say that much of experiences we have been gone through in our life as a children of God, and many parents and many fathers and sisters are here this evening. 72 വർഷങ്ങളിലെ നാം കടന്നു വന്ന അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല മാതാപിതാക്കന്മാരും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചതായിരിക്കുന്ന അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയും. And setting our youths as an example in their life, that is the most important responsibility as a children of God. നമ്മളുടെ യുവാക്കന്മാര് നല്ലൊരു മാതൃക കാഴ്ചവെക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. Because the youngsters have the opportunity to respond the word of God and be able to live according to the word of God for the generations to generations which is going to come. വരുവാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ദൈവവചനത്തെ അനുസരിച്ച്
അത് മാതൃകയോടുകൂടെ ജീവിക്കുവാനായിട്ട് ഇന്നത്തെ യുവതി യുവാക്കന്മാർ തയ്യാറാകണം. And they must walk according to the will of the Lord, and also has the great hope which has been described in the word of God from our gracious and living Lord. ദൈവഹിതത്തിനനുസരിച്ചും പ്രത്യാശയോടുകൂടെ കർത്താവിന്റെ ഇഷ്ടപ്രകാരം അവരനുസരിച്ച് ജീവിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. And this word of God is emphasized the greatness of the importance of the generations, which how we need to guide them in our life. ദൈവത്തിന്റെ വചനം ഊന്നി പറയുന്നത് തലമുറകൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. And they need to relying always in their life. God is a sufficient God for every aspect of their life. അവരുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം മതിയായവനാണ് എന്നുള്ളത് അവര് മനസ്സിലാക്കാനായിട്ട് ആവശ്യമുണ്ട്. And this is a very precious call, I told you before, and we need to follow that according to the word of God, and we need to guide our children according to the word of God in our life. ദൈവത്തിന്റെ വചനം വളരെ വിലപ്പെട്ടതാണ്. അത് അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവർ ജീവിക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. And when we see the years of 72nd year, 72 വർഷങ്ങളെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, when our God was here in this world, he has been appointed his disciples more than 70 to go and preach the word of God in every nations of the world. നമ്മുടെ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ 72 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അവരെ പല സ്ഥലങ്ങളിലേക്ക് വചനം പ്രഘോഷിക്കാനായിട്ട് അയച്ചത് നമുക്ക് കാണുവാൻ കഴിയും. So we are to enjoy this 72nd year God has given us in our life to come together and to give all praises to our Lord this evening. 72 വർഷത്തും നമ്മൾ ആഘോഷിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ട് തീരുന്നു. And the first thing is that the importance of mentorship is the first point. ഒന്നാമതായിട്ട് അവരെ മെനഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. And the responsible they have to undertake as a mission of the word of God and the mission of our gracious and living Lord for us in heaven. സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അത് ആ മിഷൻ, ആ ദൗത്യം അത് ചെയ്യുവാനായിട്ട് അവരെ അതിനായിട്ട് മെനഞ്ഞെടുക്കണം. And our generation have the responsibility to declare the greatness of the Lord to the next generations and generations until they were here in this world. തലമുറകൾ അവർക്ക് ലഭിച്ചതായിരിക്കുന്ന ദൈവത്തിന്റെ വചനം തലമുറകളോട്, പിന്നെ വരുവാൻ പോകുന്ന അടുത്ത തലമുറകളോട് അത് അറിയിക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. And they must know the word of God. അവർ ദൈവത്തിന്റെ വചനം അറിയണം. And they must totally trust in the word of God. അവർ ദൈവവചനത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. And they need to walk according to the commandments of the word of God. They must obey the commandments of the word of God in their life. ദൈവവചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പനകളെ അനുസരിച്ച് അവർ നടക്കുവാനായിട്ട് ഇടയാകണം. And they must be being rooted in the word of God, and that is very important, which is able to read from the word of God. ദൈവവചനത്തിൽ ആഴ്ന്നിറങ്ങുന്ന ഒരു വിശ്വാസം അവർക്കുണ്ടായിരിക്കണം. And therefore we need to encourage our generations. അതുകൊണ്ട് നമ്മുടെ തലമുറകളെ നമ്മൾ ഉത്സാഹിപ്പിക്കുവാനായിട്ട് ഇടയാകണം. Dearly beloved brothers and sisters, we are here to celebrate the greatness of our God this evening. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മഹത്വത്തെ ആഘോഷിക്കുവാനായിട്ട്, ദൈവത്തിന്റെ മഹത്വത്തെ പ്രസ്താവിക്കുവാനായിട്ടാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. And the word of God says for that we need to have a mutual unity, and we need to have a mutual encouragement in one another as children of God. നാം അന്യോന്യം പ്രോത്സാഹിപ്പിക്കുകയും മാത്രമല്ല ഒരു ഐക്യത നമ്മുടെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്യണം. And the unique and prospect responsibility and encouragement and accountability is very important as a children of God. ദൈവമക്കൾ എന്ന നിലയിൽ നമുക്കുള്ള ഉത്തരവാദിത്വമുണ്ട്, നമുക്കുള്ള ഐക്യതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. And when we go to book of Matthew chapter 5 verse 14 to 16, we read like this. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, we are living as a light in this world. നാം ഈ ലോകത്തിൽ വെളിച്ചങ്ങളെ പോലെ പ്രകാശിക്കുന്നവരായിരിക്കണം. And every believer is called to be a light in their community through God's deed and services, whatever we can able to express from the Holy Spirit from our life. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സമൂഹത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉള്ളപ്പോൾ ആ പ്രകാശം നാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. And according to the Bible, commemoration is more than just a recalling of past event. Commemoration is just a recalling of past event. കഴിഞ്ഞ കാല സംഭവങ്ങളെ നമ്മൾ തിരിഞ്ഞ് നോക്കുന്ന, അതിനെ അയവിറക്കുന്നതായ ഒരു സന്ദർഭമാണ്. And that is very important in our life. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. And because the whatever we do for the glory of God must be an effective for the glory of God. നാം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നത് എന്തും അത് വളരെ ഫലകരമായിട്ട് ചെയ്യുവാനിടയാകണം. And that must need to shape the people of this world according to the word of God and according to the grace of God in this world.
നമുക്ക് ഈ ലോകത്തിൽ മറ്റുള്ളവരെ നാം മെനഞ്ഞെടുക്കുന്നത് ദൈവകൃപയിലും ആ ദൈവഹിതപ്രകാരവുമായിരിക്കണം. And faith and identity is very important as a children of God. വിശ്വാസവും മാത്രമല്ല അവർ ആരാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. If we cannot able to follow the identity as a children of God and the responsibility as a children of God, we cannot able to call upon the generations to follow the word of God as we live as a children of God. ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ളവരെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനോ അവരെ ആ നിലയിൽ മുൻപോട്ട് നയിക്കുവാനോ നമുക്ക് കഴിയില്ല. First and the foremost, we must be an exemplary in the midst of the people and the generations which is growing day by day. ഓരോ ദിവസവും വളർന്നു വരുന്ന തലമുറയുടെ മധ്യത്തിൽ നമ്മൾ മാതൃകയുള്ളവരായിട്ട് ജീവിക്കുവാനിടയായിട്ട് തീരണം. And as brother Abraham Thomas here said, ഇപ്പോൾ ബ്രദർ എബ്രഹാം തോമസ് പറഞ്ഞതുപോലെ, and see, we have been followed the footsteps of my father. ഞാൻ പിതാവിന്റെ കാൽപാദങ്ങളെയാണ് പിന്തുടരുന്നത്. And as long as he was here in this world, he was very interested in working in the midst of the children as in SBS group. സുവിശേഷം ബാലസംഘത്തിന്റെ ഗ്രൂപ്പിലും ഒക്കെ ആ ദൈവജനത്തിന്റെ മധ്യത്തില് താൻ മാതൃകയോടുകൂടി നടക്കാനിടയായി. He was responsible of the Trivandrum group of Suvisheshan Balasangham. സുവിശേഷം ബാലസംഘം തിരുവനന്തപുരത്തിന്റെ ആ ഉത്തരവാദിത്തങ്ങൾ തനിക്ക് വഹിക്കാനിടയായി. Till the end of 92, when he was called upon God, he was very earnestly working in the midst of the children along with the believers in our assembly. 92 വയസ്സുവരെ താൻ സുവിശേഷം ബാലസംഘത്തിലും മാത്രമല്ല ദൈവസഭയിലും വളരെ ശുഷ്കാന്തിയോടുകൂടെ പ്രവർത്തിക്കുവാനായിട്ടിടയായി. And that exemplary life of our father is an example for each and every one. We have 8 children and we all could able to follow that discipline and the faithfulness and the responsibility as a children of God to follow the word and the commandment of God as a children of God here in this world. ഞങ്ങളെ പിതാവ് കാണിച്ചു തന്ന ആ മാതൃക ഞങ്ങൾ 8 മക്കളും അതനുസരിച്ച് വിശ്വസ്തയോടുകൂടെ ദൈവ കൽപ്പന അനുസരിച്ച് തന്നെ ജീവിക്കുവാനായിട്ടിടയായി. And therefore, my beloved brothers and sisters, those who have gathered here this evening, and I have a great request to all of you that we need to be an exemplary in the midst of the younger generation what we are going through in our life. ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വളർന്നു വരുന്ന തലമുറയുടെ മധ്യത്തിൽ നമ്മൾ അവർക്ക് ഏറ്റവും നല്ല ഒരു മാതൃക കാണിച്ചു കൊടുക്കുവാനായിട്ടിടയായി തീരണം. We must be lead according to the word of God. നാം ദൈവവചനത്തിന് അനുസൃതമായിട്ട് ജീവിക്കണം. And we must lead them according to the guidance of the word of God. ദൈവവചനം എങ്ങനെയാണോ നയിക്കുന്നത് അതനുസരിച്ച് അവരെ നയിക്കുവാനിടയായി. And we must lead them according to the conduct of the word of God which has been given through the Holy Spirit in our life. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ദൈവവചനത്തിന് അനുസൃതമായിട്ട് അവരെ നയിക്കുവാനിടയാകണം. And when we read the book of Luke chapter 10 verse 1, as I told you in the beginning, Lord appointed 70 others, the believers and the disciples to go to preach the word of God in every places of the city at that time. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ നേരത്തെ ഉദ്ധരിക്കുകയുണ്ടായി. നമ്മുടെ കർത്താവ് 70 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അവരെ പല പട്ടണങ്ങളിലേക്ക് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് അയച്ചു. And we as a children of God, we must obey our Father, our God, and He is our lead, and we need to submit wholeheartedly to the will of the Lord as a children of God. നാം ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ കർത്താവിന്റെ കൽപ്പന പൂർണ്ണമായിട്ടും അനുസരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ടിടയാകണം. Because God has been shown His faithfulness towards us by giving His life on the cross of Calvary. നമ്മുടെ കർത്താവ് നമ്മോടുള്ള ബന്ധത്തിൽ വിശ്വസ്തനായിട്ട് കാൽവറിയിലെ ക്രൂശിൽ അവിടുന്ന് തന്റെ ജീവനെ നമുക്ക് നൽകി. As a human being, we may not be able to do in that level, but as a children of God, we can able to provide the faithfulness which has been shown by the word of God in our life. മനുഷ്യൻ എന്ന നിലയിൽ നമുക്കൊരു പക്ഷെങ്കിൽ അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും വിശ്വസ്തയോടുകൂടെ ദൈവവചന പ്രകാരം നാമും ജീവിക്കാനിടയാകണം. And we must be very careful as a children of God. ദൈവമക്കൾ എന്ന നിലയിൽ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. And we must be always faithful and present in the word of God. നാം ദൈവവചനത്തിൽ വിശ്വസ്തയോടുകൂടെ ഉള്ളവരായിരിക്കണം. And we cannot able to change our movement according to the contemporary actions of the country of this in this place. ഈ ലോകത്തിന്റെ ഗതിക്കനുസരിച്ച് ഒരു കാരണവശാലും നാം മുൻപോട്ട് പോകാനായിട്ടിടയാകരുത്. And whatever may be the situations we may able to face, but we have
to be stand steadfast in our life according to the word of God with all sincerity, faithfulness and love and the greatness what God has been given us in our life. ലോകത്തിന്റെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വന്നാലും ദൈവമക്കൾ വിശ്വസ്തയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ അവര് ഈ ലോകത്തിൽ ജീവിക്കാനിടയാകണം. God continued his guidance upon us, each and every believer as a children of God. ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് അതനുസരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം അനുസരിച്ച് ജീവിക്കാനിടയാകണം. Let us a person, let us together steadfast and immovable, always abounding in the word of God, knowing that our labor in the Lord is not in vain. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇളകിപ്പോകാതെ ദൈവവചനത്തിൽ നിലനിൽക്കണം. I am going to close my message within 2 minutes. ഞാൻ 2 മിനിറ്റിനുള്ളിൽ എന്റെ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. And we are here to give all praises and glory to our God by giving this wonderful opportunity to celebrate the 72nd years of God's faithfulness. ഇങ്ങനെയൊരു അവസരം ദൈവം നമുക്ക് തന്നു. ഏതാണ്ട് 72 വർഷം ദൈവത്തിന്റെ വിശ്വസ്തത അത് നമ്മുടെ ജീവിതത്തിൽ ആഘോഷിക്കുവാനായിട്ട് നമ്മെ എല്ലാവരെയും ദൈവം കൂട്ടിവരുത്തി. What a gracious and merciful Lord is our Lord. നമ്മുടെ ദൈവം എത്രയോ കൃപാലുവായ ദൈവമാണ്. And if we could able to be an exemplary in the midst of our generations, and what a great joy we can able to achieve from the God. നമ്മുടെ തലമുറയുടെ മധ്യത്തിൽ നമുക്ക് മാതൃകയുള്ളവരായിട്ട് ജീവിക്കുവാൻ കഴിയുമെങ്കിൽ എന്തോ ഒരു വലിയ നേട്ടമാണ് നമുക്ക് നേടുവാനായിട്ട് കഴിയുക. And wholeheartedly trusting and depending on our gracious and eternal God, and on behalf of all the responsible brothers of SBS Ministries and the presence of the all to be here, holy saints of this gathering, I would like to declare our services of meetings, which is prayerfully planned here by decided, declared open by His glory, and for the blessings of our generation to generations till the day of our Lord coming. May His name be glorified. ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ മധ്യത്തിൽ ഇന്ന് ഈ വൈകിയ വേളയിൽ ഈ കഴിഞ്ഞ 72 വർഷക്കാലം ദൈവം നടത്തിയ ആ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് ഈ പ്രോഗ്രാം, ഈ മീറ്റിംഗ് ഞാൻ ഓപ്പൺ ചെയ്തതായിട്ട്, ഉദ്ഘാടനം ചെയ്തതായിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. Once again, I am so thankful to all the responsible brethren who have been given me this opportunity to come and share a few words from the Word of God. ഇങ്ങനെ ദൈവജനം ശുശ്രൂഷിക്കാനായിട്ട് ഒരു അവസരം നൽകിയ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട് പ്രിയപ്പെട്ടവരോട് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. May gracious name be glorified, and may God continue to bless and each and every one of us. നമ്മുടെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. May His name be glorified. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രിയ സഹോദരന്മാരെ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. നമുക്ക് ചേർന്ന് എല്ലാവരോടും ചേർന്ന് പാടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹമായ ദൂത് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അലക്സ് ബേച്ചാൻ്റെ പിതാവിനെ ഞങ്ങൾ ഓർക്കുന്നു. ബാലസംഘത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കുടുംബമായിട്ട് നമ്മോട് ചേർന്ന് നിൽക്കുവാനിടയായി. ഇപ്പോൾ പ്രിയ നമ്മുടെ സഹോദരന്മാരിപ്പോൾ ഗാനങ്ങൾ ആലപിക്കുന്നതായിരിക്കും. കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന ബഹുമാന്യ സഹോദരൻ ജോർജ് പീറ്റർ എഴുതിയ ഒരു പഴയ ഗാനത്തിൻ്റെ ചില അടികൾ പാടി നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കരങ്ങളെ അടിച്ച് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. നമുക്കെല്ലാവരും ചേർന്ന് നമ്മുടെ കരങ്ങളെ അടിച്ച് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിലായതു മുതലൻ ആദികളകന്നു വരാ. ആശ്രയം നിന്നിൽ
പാടും